ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, 2 കൊരിന്ത്യർ 12:10. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ഈ ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലൊന്നും എനിക്ക് സന്തോഷമൊന്നുമില്ല. ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ സന്തോഷിക്കാൻ ഞാൻ പുണ്യവാനൊന്നുമല്ല. പക്ഷേ ക്രിസ്തുവിനെ കാണുമ്പം, ക്രിസ്തുവിനെ ഓർക്കുമ്പോൾ ഈ ഞെരുക്കം, ഈ ആക്ഷേപം, ഈ പീഡനം, ഈ കുറവ്, ഈ നന്ദിഹീനത, ഇതിലൊക്കെ എനിക്കൊരു അകസംതൃപ്തിയുണ്ട്. അതെൻ്റെ സ്വഭാവത്തിൻ്റെ നന്മ കൊണ്ടല്ല. എൻ്റെ കുഞ്ഞാടിനെ ഞാൻ നോക്കുമ്പോൾ ക്രിസ്തുവിനെ പ്രതിയുള്ള സംതൃപ്തി ജീവിതത്തിൻ്റെ അസംതൃപ്തികളെ മാറ്റും. നമുക്ക് പലയിടങ്ങളിലും സംതൃപ്തി കിട്ടത്തില്ല. വാനോളം വന്നാൽ കുടത്തോളം നിറച്ചാൽ ആത്മാവോളം മൂടിയാലും സന്തോഷം കിട്ടണമെന്നില്ല. സംതൃപ്തി എളുപ്പമല്ല. സംതൃപ്തി ഒരുവൻ്റെ ഉള്ളിലാണ്. ക്രിസ്തു അകത്താകുമ്പോൾ നമുക്ക് എന്തിലും സംതൃപ്തിയാകും. ക്രിസ്തു അകത്തില്ലാത്തപ്പോൾ ഒന്നുകൊണ്ടും നിറയാത്ത മനസ്സോടെ പ്രേതം പോലെ നാം അലയും. ക്രിസ്തു അകത്തുള്ളവനെല്ലാം സന്തോഷമാണ്. ക്രിസ്തു അകത്തില്ലാതെ വരുമ്പോൾ സ്വർണം കൊണ്ട് മൂടിയാലും നമുക്ക് സന്തോഷമില്ല. സംതൃപ്തി ദൂരെ ദൂരെ അലഞ്ഞലഞ്ഞ് നടക്കും. അങ്ങനെ സന്തോഷം അലഞ്ഞു നടക്കുന്ന, സംതൃപ്തി അലഞ്ഞു നടക്കുന്ന മനസ്സല്ല, സംതൃപ്തി കുടികൊള്ളുന്ന മനസ്സായി നമ്മുടെ ഹൃദയം മാറട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.